തമിഴ്നാടിനും ആന്ധ്രാപ്രദേശിനും കേന്ദ്ര ജല കമ്മീഷൻ പ്രളയ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. ഡിറ്റ്വ ചുഴലിക്കാറ്റിന്റെ പ്രഭാവത്തിൽ തമിഴ്നാട്ടിൽ ഇപ്പോൾ ശക്തമായ മഴ തുടരുകയാണ്. ചെന്നൈയിലും തിരുവള്ളൂരും റെഡ് അലേർട്ടാണ്. ചെന്നൈ ഉൾപ്പെടെയുള്ള 4 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ സർക്കാർ അവധി പ്രഖ്യാപിച്ചു. കൂടുതൽ വിവരങ്ങളുമായി മനേഷ് മൂർത്തി ചെന്നൈയിൽ നിന്ന് ചേരുന്നു. മനേഷ്, തകർത്ത് മഴ പെയ്യാണോ ഇപ്പോൾ തമിഴ്നാട്ടിൽ? ഇന്നിപ്പോൾ രാവിലെ ആരംഭിച്ചതാണ്. ഏകദേശം ഒരു 7:30 മണിയോടുകൂടി ആരംഭിച്ച മഴയാണ്. വൈകുന്നേരം ഒരു 4 മണി മുതൽ ഒരു മണിക്കൂറോ അല്ലെങ്കിൽ 1.5 മണിക്കൂറോ മാത്രമാണ് ചെറിയൊരു ഇടവേള ലഭിച്ചത്. അതിനുശേഷം ഇപ്പോൾ വീണ്ടും ശക്തമായി തന്നെ മഴ തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത് കൂടി മനസ്സിലാക്കിക്കൊണ്ടാണ്, അല്ലെങ്കിൽ അവസാനത്തെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ അലേർട്ടുകളൊക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് കേന്ദ്രത്തിൽ നിന്ന് ഇത്തരത്തിലൊരു മുന്നറിയിപ്പ് ഇപ്പോൾ വന്നിരിക്കുന്നത്. തമിഴ്നാട്ടിൽ ചെന്നൈ, തിരുവള്ളൂർ ജില്ലകളിൽ ഈ ഒരു പ്രളയ സാധ്യത നിലനിൽക്കുന്നു എന്നുള്ളതാണ് കേന്ദ്രം നൽകുന്ന ഒരു മുന്നറിയിപ്പ്. ആന്ധ്രയിലേക്ക് പോയാൽ ആന്ധ്രാപ്രദേശിലെ തിരുപ്പതിയും നെല്ലൂരും ഈ 2 ജില്ലകളിലും പ്രളയ സാധ്യത നിലനിൽക്കുന്നു എന്നുള്ളതാണ് അല്പസമയം മുമ്പ് വന്ന മുന്നറിയിപ്പിൽ പറയുന്നത്. തമിഴ്നാട്ടിലെ തീരദേശ മേഖലകളിലെല്ലാം തന്നെ മഴയുണ്ട്. പക്ഷേ ചെന്നൈയിലേക്ക് വരുമ്പോൾ ചെന്നൈയിൽ ശക്തമായ മഴ തുടരുകയാണ്, ചെന്നൈയിലും തിരുവള്ളൂരിലും. അതുകൊണ്ട് തന്നെ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇപ്പോൾ രാത്രി 10 മണി വരെ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെ ഈ പറഞ്ഞ ജില്ലകളിലെല്ലാം തന്നെ യെല്ലോ അലേർട്ടുമുണ്ട്. അത് ഒരുപക്ഷെ അപ്ഡേഷൻ മാറി വരാനുള്ള സാധ്യതയുമുണ്ട്. ആ രീതിയിലാണ് എന്തായാലും കാര്യങ്ങൾ പോകുന്നത്. പ്രളയ സമാനമാണ് സാഹചര്യങ്ങൾ. ഇന്നിപ്പോൾ ചെന്നൈയിലെ പലയിടങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. അത് മൈലാപ്പൂർ പോലുള്ള മേഖലകൾ, മൈലാപ്പൂർ, ടി നഗർ, വത്സരവാക്കം, അതുപോലെ കോയമ്പേട് പോലുള്ള മേഖലകളിലെല്ലാം തന്നെ കാര്യമായ രീതിയിലുള്ള വെള്ളക്കെട്ടുണ്ട്. ഇത് ഗതാഗതത്തെ സാരമായി തന്നെ ബാധിക്കുകയും ചെയ്യുന്നുണ്ട്. ആ രീതിയിലുള്ള ഒരു നിലയാണ് തിരുവള്ളൂരും കാഞ്ചീപുരത്തും ചെങ്കൽപ്പേട്ടും അതുപോലെ തന്നെ ചെന്നൈയിലും ഈ 4 ജില്ലകളിലെ സ്കൂളുകൾക്കും മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ സർക്കാർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ രീതിയിലുള്ള മുന്നൊരുക്കങ്ങളെല്ലാം തന്നെ നടത്തുന്നുണ്ട്. NDRFന്റെ സംഘങ്ങൾ ഇവിടെ ചെന്നൈയിലും തിരുവള്ളൂരിലുമായി ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ഏകദേശം എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ ഉണ്ടായാൽ അവിടെ രക്ഷാപ്രവർത്തനം നടത്തുന്നതിന് വേണ്ടിയുള്ള അവർ സജ്ജരായിരിക്കുന്നു. SDRFന്റെ സംഘമുണ്ട്. നേരത്തെ തന്നെ ഈ ഡിറ്റ്വ ചുഴലിക്കാറ്റുമായി ബന്ധപ്പെട്ടുള്ള സാഹചര്യങ്ങൾ വിലയിരുത്തിക്കൊണ്ട് തന്നെ അത്ര കാര്യമായ അർത്ഥത്തിലുള്ള മുന്നറിയിപ്പും അല്ലെങ്കിൽ മുന്നൊരുക്കങ്ങളെല്ലാം തന്നെ സർക്കാർ നടത്തിയിരുന്നു. അതിപ്പോൾ ചെന്നൈയിലേക്കും തിരുവള്ളൂരിലേക്കും കാഞ്ചീപുരത്തും ചെങ്കൽപ്പേട്ടിലേക്കുമായി ഒതുങ്ങുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നിലവിൽ ചെന്നൈയിൽ നിന്ന് അല്ലെങ്കിൽ തമിഴ്നാട് തീരത്ത് നിന്ന് ഏകദേശം 35 കിലോമീറ്റർ അകലെയാണ് ഡിറ്റ്വ ചുഴലിക്കാറ്റിന്റെ ഭാവം മാറിയിട്ടുള്ള തീവ്ര ന്യൂനമർദ്ദം നിലകൊള്ളുന്നത്. ഇന്നിപ്പോൾ രാത്രിയോടുകൂടി അത് ന്യൂനമർദ്ദമായി മാറും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന ഒരു മുന്നറിയിപ്പ് ആ രീതിയിലാണ്. എന്തായാലും ശക്തമായ മുന്നറിയിപ്പ് അല്ലെങ്കിൽ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് കൂടി വന്നതോടുകൂടി ഇനിയിപ്പോൾ കൂടുതൽ അലേർട്ടായിരിക്കും തമിഴ്നാടും അതുപോലെ ആന്ധ്രാപ്രദേശും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൂടുതൽ നിരീക്ഷണം അല്ലെങ്കിൽ കൂടുതൽ ഇടങ്ങളിലേക്കുള്ള ഈ പറഞ്ഞ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം തന്നെ ഒരുക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. SK, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.